ശോചനീയാവസ്ഥയിലുള്ള മലപ്പുറം താലൂക്ക് ആശുപത്രി കെട്ടിടം പൊളിക്കാൻ ആരംഭിച്ചെങ്കിലും കൃത്യമായ ബദൽ സംവിധാനം ഒരുക്കിയില്ല. തൊട്ടടുത്തുള്ള പുതിയ കെട്ടിടത്തിലാണ് OP അടക്കമുള്ളവ വീർപ്പുമുട്ടി പ്രവർത്തിക്കുന്നത്. 116 പേർക്ക് കിടത്തി ചികിത്സയുണ്ടായിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ 23 പേർക്ക് മാത്രമാണ് സൗകര്യമുള്ളതെന്ന് ആശുപത്രി സംരക്ഷണ സമിതി പറയുന്നു. ദീർഘകാലത്തെ ആവശ്യം പരിഗണിച്ചാണ് ശോചനീയാവസ്ഥയിലായിരുന്ന മലപ്പുറം താലൂക്ക് ആശുപത്രി കെട്ടിടം പൊളിച്ച് പുതിയത് പണിയാൻ തീരുമാനിച്ചത്. നഗരസഭ ടെൻഡർ വിളിക്കുകയും പൊളിക്കൽ ജോലികൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആശുപത്രിക്ക് സൗകര്യമുള്ള ബദൽ സംവിധാനം ഒരുക്കിയിട്ടില്ല. ആശുപത്രിയുടെ വളപ്പിൽ തന്നെയുള്ള ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് അടക്കം പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്കാണ് അത്യാഹിത വിഭാഗം ഉൾപ്പെടെ മാറ്റിയത്. സൗകര്യമില്ലാതായതോടെ കിടത്തി ചികിത്സയടക്കം താറുമാറായി. 116 ബെഡ് ഇവിടെ അഡ്മിഷൻ ആ സമയത്തുണ്ട്. ആ നിലവിൽ ഇല്ലാതാക്കിയ ബെഡ് മുഴുവൻ പുനഃസ്ഥാപിച്ച് ബദൽ സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ള മാത്രമല്ല, നിലവിൽ ബ്ലഡ് സ്റ്റോറേജ് ചേഞ്ച് ചെയ്ത് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ബ്ലഡ് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് സർജറി നടക്കണില്ല. ഇവിടെ സർജറികൾ വളരെ അത്യാവശ്യ കേസുകളല്ല അതൊക്കെ മടക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മടക്കി വിട്ടുള്ള സ്ഥിതി അറിയാലോ. മലപ്പുറത്തെ രോഗികൾ കോഴിക്കോട് ചെന്നാണ് അവസാനിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. മലപ്പുറം നഗരസഭയ്ക്കും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും ആശ്രയമായ ഏക താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ പ്രതികരണം ഇങ്ങനെ: ഭയങ്കരമായി തിങ്ങി നിറഞ്ഞാൽ നിൽക്കുന്നത്. OPന്റെ വരിയാണെങ്കിൽ തന്നെ, അതുപോലെ ടോക്കൺ എടുക്കുന്ന ഇവിടെ പുറത്താണെങ്കിലും ഉള്ളിലാണെങ്കിലും മരുന്ന് വാങ്ങുന്നിടത്ത് ഒക്കെ ഒരു ലൈനായിട്ടും ആകെ കൺജസ്റ്റഡ് ഏരിയയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ സൗകര്യം വളരെ കുറവാണ്. ഇപ്പോൾ അവിടുന്ന് മാറ്റിയതിന് ശേഷവും ഭയങ്കര റിസ്ക്കാണ്. ഇവിടെ രോഗികൾക്കായ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അറിയാം. ബദൽ സൗകര്യമൊരുക്കാൻ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടം കണ്ടെത്തിയെന്നും മാറ്റുന്നതിനുള്ള അനുമതിക്കായി ആരോഗ്യവകുപ്പിന്റെ പരിഗണനയിൽ നിന്നുമാണ് നഗരസഭയുടെ വിശദീകരണം. സാധാരണക്കാരായ രോഗികളുടെ ബുദ്ധിമുട്ട് എത്രയും വേഗം പരിഹരിക്കണം. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.